എന്താണ് പ്രതികരണം? അല്ല, ഗാസയെ പോലെ ഇതുപോലെ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു സമൂഹം, അതുപോലെ ഇത്രയേറെ അക്രമങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടികളടക്കം, സ്ത്രീകളടക്കം, നിരപരാധികളടക്കം കൊല്ലപ്പെടുന്ന, സിവിലിയൻസ് ഇത്രയേറെ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഇന്നത്തെ വർത്തമാനകാലത്ത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ലോകവ്യാപകമായി ഇത് ഇന്ത്യയിലോ അല്ലെ കേരളത്തിലോ മാത്രം നടക്കുന്നൊരു പ്രതിഷേധമോ സമരമൊന്നുമല്ല. ലോകവ്യാപകമായി അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലടക്കം വലിയ പ്രതിഷേധം, അതായത് മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരും തെരുവിലിറങ്ങി ഗാസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം അറിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു. ആ നിലപാടിൽ നിന്നും പുറകോട്ട് പോകാനുള്ള കാരണം എന്നൊക്കെ നമുക്കറിയാം. ആര് രാജ്യം ഭരിക്കുമ്പോഴാണ് അത്തരമൊരു നിലപാടിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത് എന്ന കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും ഈ പീഡനം അനുഭവിക്കുന്ന ഇന്ത്യക്ക് അങ്ങനെ സാധിക്കുള്ളൂ. കാരണം ഇന്ത്യ അങ്ങനെ അധിനിവേശ ശക്തികൾക്കെതിരെ പൊരുതിയ രാജ്യമാണ്. പക്ഷെ അധിനിവേശ ശക്തികൾ വന്ന സമയത്ത് ആ അധിനിവേശ ശക്തിയോടൊപ്പം നിന്ന ആളുകൾക്ക് ഇതിലൊന്നും പ്രയാസം ഉണ്ടാവില്ല. അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ അന്ന് ഇന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഇന്ത്യക്കാരുടെ കൂടെ നിൽക്കാത്തവർ ഇപ്പൊ ഗാസയുടെ കൂടെ നിൽക്കാത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ അധിനിവേശ ശക്തികൾക്കെതിരെ പൊരുതിയ പാരമ്പര്യമുള്ളവർ, ലോകത്ത് മനുഷ്യത്വമുള്ളവർ, അവരെല്ലാം ഗാസയുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.